എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ കമലാമ്മ അച്ഛമ്മയുടെ അടുത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് വേദയാണ് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. അങ്ങനെ മാഷിന് ഭക്ഷണം എടുത്ത് കൊടുക്കുന്നതെല്ലാം വേദയാണ്. അങ്ങനെ മാഷ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ഒന്ന് വിക്കി പോകുന്നുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ആ സമയത്ത് വേദയാണ് മാഷിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും തലയിൽ തട്ടി കൊടുക്കുന്നതും ഒക്കെ വേദയാണ്. അപ്പോൾ മാഷിന് ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെ വേദയെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നുണ്ട് മാഷും. ഇതേ സമയം തന്നെ അച്ഛമ്മ കമലാമ്മയും കൊണ്ട് അമ്പലത്തിലേക്ക് വന്നിരിക്കുന്നുണ്ട്. അമ്പലത്തിൽ വന്നിട്ട് പൂജാരി പറയുന്നുണ്ട്, ശ്രീരാമന്റെയും സീതയുടെയും ഒരു ചെറിയൊരു വിഗ്രഹം ഞാൻ പൂജിച്ചു തരാം, വേദയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെയാവുമ്പോൾ അവര് നല്ല രീതിയിൽ സന്തോഷത്തോടും സ്നേഹിച്ച് ജീവിക്കും എന്നൊക്കെ പൂജാരി പറയുന്നുണ്ട്. ആ സമയം കമലാമ്മ പറയുന്നുണ്ട്, ഇതൊക്കെ വേദയുടെ വീട്ടിൽ കൊണ്ടുപോകാന്നൊക്കെ പറയുമ്പോൾ അത് നടക്കുമോ, അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുവോ എന്നൊക്കെ കമലാമ്മ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്. ആ സമയം മുത്തശ്ശി പറയുവാണ്, ഞാൻ സാവിത്രി അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വേദയും വിക്രമിനെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി. വേദയും വിക്രമിനെയും വീട്ടിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി അവളുടെ അച്ഛനും ആങ്ങളെയും കൂടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവര് വീട്ടിൽ വന്നിട്ട് വേദനെയും വിക്രമിനെയും ക്ഷണിക്കും. അപ്പോൾ പോയാൽ മതി എന്ന് പറയുവാണേ. അപ്പോൾ അച്ഛമ്മയും കമലാമ്മയും തിരികെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ശ്രീരാമന്റെ വിഗ്രഹമൊക്കെ വേദയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാഷ് ചോദിക്കുവാണ്, ഇതിനി വേദയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാണോ അച്ഛമ്മ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതെ, പോകണം, അവരെന്തായാലും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷം വേദയും വിക്രത്തിനെ അവർ ക്ഷണിക്കും. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ വേദയും വിക്രവും ആ വിഗ്രഹത്തിൽ നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട്, തൊഴുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ശ്രീകാന്തിനെയും ശങ്കരനാരായണനും കൂടി എത്തുന്നുണ്ട്. അതിനുശേഷം വേദയും വിക്രത്തിനെയും ക്ഷണിക്കുന്നുണ്ട് വീട്ടിലേക്ക്. പിന്നെ കാണിക്കുന്നത് വിക്രമിനെ വീട്ടിലേക്ക് മരുമകനായിട്ട് സ്വീകരിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അടുത്ത നെക്സ്റ്റ് വീക്ക് പ്രൊമോയിൽ കാണിക്കുന്നത്.